വോയിസ് ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടിന്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു GS പാർട്ടാണ്, ജനറൽ ടോപ്പിക്കിന്റെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പൊതുവെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചോദിച്ചു കണ്ടിരിക്കുന്നത്. മറ്റു പരീക്ഷകൾ പോലെ ഓപ്ഷൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങളല്ല. വൺ വേർഡും അത് ടു വേർഡ്സും ഒക്കെ കാര്യങ്ങൾ എഴുതാനുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്ത് പോവുകയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ക്ലാസ്സുകളൊക്കെ എല്ലാ ടോപ്പിക്കിന്റെയും ക്ലാസ്സുകൾ ഏകദേശം നടന്നിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചോദിക്കാൻ സാധ്യതയുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ കൂടി ഡിസ്കസ് ചെയ്ത് പോകാനെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടെന്ന് കരുതുന്നു. നമ്മൾ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് അതിലൊരു ജനറൽ പാർട്ട് എന്ന രീതിയിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഒന്ന് രണ്ട് KSEBയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ഒന്ന് രണ്ട് സയൻസ് ടോപ്പിക്കുകൾ എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയുള്ളൂ. ബാക്കിയുള്ള സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ മറ്റ് ജനറൽ നോളജുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ ഞാൻ പറയുന്നതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യനകത്ത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും വോയിസ് ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നത് ഒന്നാമത്തെ എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ അല്ലെ? ഞാൻ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യേണ്ടി വരുമോ? അല്ലെങ്കിൽ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് മറുപടി പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് കരുതുന്നു. അത് മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, 3 ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഓഫ് കേരള ആർ ട്രിബ്യൂട്ടറീസ് ഓഫ് വിച്ച് റിവർ എന്നാണ് ആദ്യത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. അതായത് കേരളത്തിലെ റിവേഴ്സിനെ പറ്റി നമുക്കറിയാം. PSCയുടെ ചോദ്യങ്ങൾക്ക് നിരന്തരമായി ചോദിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ റിവേഴ്സുകളെ പറ്റി. അപ്പം അതിന്റെ ഫാക്റ്റുകൾ നമുക്ക് നോക്കാനുള്ളത്, കേരളത്തിനകത്ത് എത്ര റിവറുകളുണ്ട്? 44 റിവറുകളാണ് കേരളത്തിനകത്ത് ഉള്ളത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും നോക്കുന്നതാണ് 41 റിവേഴ്സ് എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പം ഇത് കേരളമാണെങ്കിൽ 41 റിവേഴ്സുകൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. അപ്പൊ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആകുമ്പോൾ ഇത് എവിടെയാണ് ചെന്ന് എൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ആ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഒക്കെ ചെന്ന് എൻഡ് ചെയ്യുന്നത് അറബിക്കടലിലാണ്, അറേബ്യൻ സീയിലാണ്. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് അനുസരിച്ചിട്ട് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് ഒരു സ്ലോപ്പാണ് കേരളത്തിന്റെ പൊതുവിലുള്ള ലാൻഡ്സ്കേപ്പ്. പക്ഷേ ഇതിൽ നിന്ന് വിപരീതമായി 44 നദികൾക്കകത്ത് 3 നദികൾ എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? അത് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. ഈസ്റ്റ് ഫ്ലോയിങ് അതായത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. ഓക്കെ, ഹന്ന പറഞ്ഞോ, എന്ത് പറ്റി? സർ, ക്വസ്റ്റ്യൻ എവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്ത് തന്നിട്ടില്ലേ ക്വസ്റ്റ്യൻ? കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ, കുഴപ്പമില്ല, ക്വസ്റ്റ്യനകത്തുണ്ട്, നമ്മളിവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിന്റെ ഒരു പൊതുവിൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് ഒരു ചെറിയ ചരിവുള്ള ലാൻഡ്സ്കേപ്പ് ആണ് കേരളത്തിന്റെ. അതുകൊണ്ട് തന്നെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ഒരു പ്രദേശത്ത് എന്തുണ്ട്? കേരളത്തിന്റെ എന്തുണ്ട്? ഒരു മലയുണ്ട്. എന്താ മലയുടെ പേര്? നമ്മള് സഹ്യപർവ്വതം എന്നൊക്കെ വിളിക്കുന്ന വെസ്റ്റേൺ ഘട്ട് ഉണ്ട്. വെസ്റ്റേൺ ഘട്ടിന് ചില ഡിവിഷൻസ് ഉണ്ട്. കാർഡമൺ ഹിൽസ് എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ ഏലമല എന്നൊക്കെ പറയുന്ന മലകളാണ് ഈ കേരളത്തിന്റെ ഈസ്റ്റേൺ സൈഡില്. നമ്മൾ അതിനെ വെസ്റ്റേൺ ഘട്ടം എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? അത് ഇന്ത്യയുടെ വെസ്റ്റിലായതുകൊണ്ടാണ് നമ്മൾ അതിനെ വെസ്റ്റേൺ ഘട്ടം എന്ന് വിളിക്കുന്നത്. കേരളത്തിന്റെ എവിടെയാണ് വെസ്റ്റേൺ ഘട്ട്? കേരളത്തിന്റെ ഈസ്റ്റിലാണ് വെസ്റ്റേൺ ഘട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ നദികളെല്ലാം പ്രധാനമായിട്ടും ഈ വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. ചെറിയൊരു ചരിവ് താഴേക്കുള്ളതിനാൽ നമ്മളുടെ പൊതുവിൽ നദികളെല്ലാം വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. വെസ്റ്റിലേക്ക് ഒഴുകി അറബിക്കടലിൽ ചേരുന്ന രീതിയിലാണ് കേരളത്തിലെ 41 നദികളും ഉള്ളത്. പക്ഷേ 3 നദികൾ മാത്രം എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? ഈസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. ആ 3 നദികളും ഏത് നദിയുടെ ട്രിബ്യൂട്ടറി ആണ് എന്നാണ് ചോദ്യം ചോദിച്ചിരുന്നത്. ആ 3 നദികളും കാവേരി റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്. അപ്പൊ അതിന് ഉത്തരമായിട്ട് വരുന്നത് കാവേരിയാണ്. അപ്പം കാവേരി റിവറിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഈ 3 നദികളെ പറ്റി ആദ്യം ജസ്റ്റ് നമുക്ക് നോക്കാം. 3 നദികൾ ഏതൊക്കെയാണ്? 3 നദികൾ? ഒന്നാമത്തത്
ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് കൊണ്ടുപോവാം. ഓക്കെ, ഏതൊക്കെയാണ് 3 നദികൾ? ആരും പറയുന്നില്ല, ഞാൻ തന്നെ പറയാം. ഓക്കെ, ഒന്നാമത്തെ നദി കബനിയാണ്. കബനി. 2 ഏതാണ്? 2 ഭവാനിയാണ്. 3 ഏതാണ്? 3 പാമ്പാറാണ്. പാമ്പാർ. ഈ 3 നദികൾ എവിടേക്കാണ് ചെന്ന് ഒഴുകിച്ചേരുന്നത് എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 3 നദികളും ചെന്ന് ഒഴുകിച്ചേരുന്നത്, അല്ലെങ്കിൽ ഈ 3 നദികളും ഏത് നദിയുടെ ട്രിബ്യൂട്ടറി ആണ് എന്ന് ചോദിച്ചാൽ അത് കാവേരി നദിയുടെ ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ, അപ്പം കബനി നദി നമുക്ക് ആദ്യം നോക്കാം. കബനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കബനി നദി ഉത്ഭവിക്കുന്നത് വയനാട് നിന്നാണ്. വയനാട് ജില്ല. ഓക്കെ, നമ്മളുടെ വയനാട് ജില്ലയിൽ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. ഏകദേശം ഒരു 60 കിലോമീറ്ററോളം കേരളത്തിൽ കൂടെ ആണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. എന്നിട്ട് ഈ നദി എങ്ങോട്ടേക്ക് പോകും? തമിഴ്നാടായിരിക്കോ കർണാടക ആയിരിക്കോ? അവിടെയാണ് നിങ്ങൾ ഇത് ലോജിക്കലി മനസ്സിലാക്കി വെക്കണം. നമ്മളുടെ മറ്റ് 2 നദികളും, അതായത് ഭവാനിയും പാമ്പാറും പോകുന്നത് തമിഴ്നാട്ടിലേക്കും, കബനി നദി കർണാടകയിൽ വെച്ചിട്ടാണ് കാവേരി നദിയുമായി ജോയിൻ ചെയ്യുന്നത്. അപ്പം വയനാട്ടിൽ നിന്ന് ഇത് എങ്ങോട്ടേക്ക് പോകും? കർണാടകയിലേക്ക് പോകുന്നു. ഓക്കെ, കർണാടകയിലേക്ക് പോയിട്ടാണ് അത് ഏത് നദിയുമായി ജോയിൻ ചെയ്യുന്നു? കാവേരി നദിയുമായി ജോയിൻ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് കബനി നദിയെ പറ്റി PSC മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചൊരു ചോദ്യം, കബനി നദി നമ്മളുടെ പുരാതന ടെക്സ്റ്റുകളിലൊക്കെ അല്ലെങ്കിൽ ഏൻഷ്യന്റ് ടെക്സ്റ്റിനകത്തൊക്കെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പുരാതന അല്ലെങ്കിൽ ഏൻഷ്യന്റ് ടെക്സ്റ്റുകളിൽ കബനി നദി അറിയപ്പെടുന്നത് കപില എന്ന പേരിലാണ്. കപില. നമുക്ക് പല നദികളും അങ്ങനെ പഴയ പേര്, ഇപ്പൊ ചൂർണി ഏത് നദിയുടെ പേരാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പല നദികളുടെയും ഏൻഷ്യന്റ് നെയിംസ് PSC ചോദിക്കാറുണ്ട്. അപ്പൊ കപില ഏത് നദിയുടെയാണ്? കബനി നദിയുടെ പുരാതന പേരാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ കബനി നദി വയനാടാണ് ഉത്ഭവിക്കുന്നത്. വയനാട് ഉത്ഭവിച്ചിട്ട് ഇത് കർണാടകയിലേക്കാണ് പോകുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റു 2 നദികൾ നോക്കുന്ന സമയത്ത് ഭവാനിയാണ് അടുത്ത നദി. ഇത് ഉത്ഭവിക്കുന്നത് നീലഗിരി മലകളിൽ നിന്നാണ്. ഇത് ഉത്ഭവിക്കുന്നത് നീലഗിരി മലകളിൽ നിന്നാണ്. നീലഗിരി മലയിൽ ഉത്ഭവിച്ചതിന് ശേഷം ഇത് പാലക്കാട്ടേക്ക് ഒഴുകി. പാലക്കാട് ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ സഖി വെസ്റ്റേൺ ഘട്ടിന് പാലക്കാട് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ആകെ നമ്മുടെ വെസ്റ്റേൺ ഘട്ടിന് ഇപ്പൊ ഗുജറാത്ത് മുതൽ താഴെ കേരളത്തിന്റെ ഇങ്ങേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ വെസ്റ്റേൺ ഘട്ടിന് ആകെ പ്രധാനപ്പെട്ട 3 ഇതേ ഉള്ളൂ, കട്ടിങ്സേ ഉള്ളൂ. ഒന്ന് പാലക്കാടാണ്, പിന്നെ ഒന്ന് 2 മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അത് 2 ഓർത്തിരിക്കുക. ആകെ 3 ഗ്യാപ്സേ ഉള്ളൂ നമ്മുടെ വെസ്റ്റേൺ ഘട്ടിന്. പക്ഷെ ഈസ്റ്റേൺ ഘട്ട് അങ്ങനല്ല. ഈസ്റ്റേൺ ഘട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇതിപ്പം നമുക്ക് ഇന്ത്യ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെസ്റ്റേൺ ഘട്ട് ഇങ്ങനെ കിടക്കുക. ഇവിടെ ആകെ 3 ഗ്യാപ്പ് എഴുതി വരുന്നുള്ളൂ. പക്ഷെ ഈസ്റ്റേൺ ഘട്ട് എങ്ങനെയാ? ഈസ്റ്റേൺ ഘട്ട് ഇങ്ങനെ ഫുള്ള് ഗ്യാപ്പിട്ട് നമ്മുടെ നീലഗിരിയിൽ വന്നിട്ട് ചേരുകയാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ലോജിക്കിൽ വെച്ചിരിക്കുക. അപ്പം ഭവാനി നദി നീലഗിരിയിൽ ഉത്ഭവിച്ച് ഇത് പാലക്കാട്ടേക്ക് ഒഴുകി പാലക്കാട് വഴി എവിടേക്ക് പോകുന്നു? നേരെ തമിഴ്നാട്, കോയമ്പത്തൂർ വഴി കയറി നേരെ തമിഴ്നാട്ടിലേക്ക് ചെന്നിട്ട് ഇത് കാവേരി നദിയിൽ ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 3ാമത്തെ നദിയാണ് പാമ്പാർ. ഈ പാമ്പാർ ഉത്ഭവിക്കുന്നത് ആനമല ഹിൽസിൽ നിന്നാണ്. ആനമലൈ ഹിൽസിൽ നിന്നാണ്. ആനമല എവിടെയാണ്? നമ്മുടെ ഇടുക്കി ജില്ലയിലാണല്ലേ. ഇടുക്കിയിലാണ് ആനമല. ഈ ഇടുക്കിയിൽ ഉത്ഭവിച്ചിട്ട് ഇത് സത്യത്തില് ഇത് കാവേരി നദിയിലാണോ ചേരുന്നത് എന്ന് ചോദിച്ചാൽ ഈ കാവേരി നദിയുടെ ഒരു പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആയിട്ടുള്ള അമരാവതി റിവർ എന്ന് പറയുന്ന റിവർ ഉണ്ട്. അമരാവതി റിവർ. ഈ കാവേരി നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആയിട്ടുള്ള അമരാവതി ഉണ്ട്. ഈ അമരാവതി നദിയിലേക്കാണ് നമ്മളുടെ പാമ്പാർ ചെന്ന് ചേരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ് അല്ലെങ്കിൽ ട്രിബ്യൂട്ടറി ആണ്? അത് കാവേരിയുടെ ട്രിബ്യൂട്ടറി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാമ്പാറും എങ്ങോട്ടേക്ക് ചേരുന്നതായി കരുതുന്നു? കാവേരിയിലേക്ക് ചേരുന്നതായി കരുതുന്നു. ഇനി ഈ പാമ്പാറിന്റെ 1-2 പ്രത്യേകതകൾ ഒന്ന് നോട്ട് വെച്ചിരിക്കുക. മുൻപ് PYQs ആണ്. ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് നദിയാണ് ഇരവികുളം നാഷണൽ പാർക്കിലൂടെ കടന്നു പോകുന്നത്? അത് പാമ്പാറാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണപ്പെടുന്നത്, ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പ്രത്യേകത എന്താണ്? കേട്ടിട്ടുണ്ടോ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി?
നമ്മുടെ ചാമ്പൽ മലയണ്ണാൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രത്യേക ഇന സ്പീഷ്യസ് ഉള്ള ഒരു വൈൽഡ് സാഞ്ചുറി ആണ്. അപ്പം അവിടെ കൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാറാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ കാവേരിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും കാവേരി ഉത്ഭവിക്കുന്നത് തലക്കാവേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണേ. തലക്കാവേരി ഇതിന് ഏകദേശം നമ്മുടെ വയനാട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഈ തലക്കാവേരിയിലേക്ക്. കർണാടകയിലാണെങ്കിൽ പോലും വയനാട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ തലക്കാവേരി. ഈ തലക്കാവേരിയിൽ നിന്നാണ് നമ്മുടെ കാവേരി നദി ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും കാവേരിയുടെ മെയിൻ റിവർ ഫ്ലോ ഒഴുകുന്നത് കർണാടകയും തമിഴ്നാടുമാണ്. പക്ഷേ അതിന്റെ ഒരു വാട്ടർ ക്യാച്ച്മെന്റ് ഏരിയ നോക്കുമ്പോൾ ഇത് കേരളത്തിലൂടെ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം കാവേരി നദിയുടെ വാട്ടർ ക്യാച്ച്മെന്റ് ഏരിയ കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സ്റ്റേറ്റ്സിലുണ്ട്. പക്ഷെ നദി ഒഴുകുന്നത് തമിഴ്നാട്ടിലൂടെയും കർണാടകയിലൂടെയാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നടക്കുന്നുണ്ടല്ലോ. തർക്കം, കാവേരി നദീജല തർക്കം എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയൊക്കെ ഇടപെടുന്ന ഒരു കേസാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു ചെറിയൊരു പ്രൊവിഷൻ ഉണ്ട്. നദീജല തർക്കത്തിൽ അങ്ങനെ സുപ്രീം കോടതിക്ക് പെട്ടെന്ന് ഇടപെടാൻ കഴിയുമൊന്നുമില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മളതൊക്കെ പൊളിറ്റി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടിൽ പഠിച്ചു കാണും. ഇനി കാവേരി നദീജല തർക്കത്തില് ഇടപെട്ടിരിക്കുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മള് ചിലപ്പോൾ കേരളത്തെ നമ്മൾ വിട്ടുകളയും. കേരളത്തെ അങ്ങനെ വിട്ടുകളയാൻ പാടില്ല. കർണാടകയും തമിഴ്നാടും തമ്മിലാണ് പ്രധാനപ്പെട്ട തർക്കം നടക്കുന്നത്. പക്ഷെ കേരളവും പുതുച്ചേരി ആയിട്ടുള്ള യൂറ്റിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയല്ലോ അല്ലെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരു കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം കൂടിയാണ്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഉക്രൈൻ? അപ്പം ഉക്രൈന്റെ പ്രത്യേകത നമുക്കറിയാം. എന്താ? ഇപ്പം കുറെ വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു റഷ്യ ഉക്രൈൻ വാർ ഉക്രൈൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ സിലബസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫേമസ് ക്യാപിറ്റൽസ് എന്ന് പറയുന്നത്. സിലബസിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന ഒരു ടോപ്പിക്കാണ് ക്യാപിറ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇതിന്റെ ചാനലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ തന്നെ കിടപ്പുണ്ട്. അതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഉക്രൈന്റെ ക്യാപിറ്റൽ, ഏറ്റവും നിലവിൽ കറണ്ട് അഫയറിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ക്യാപിറ്റൽ കൂടിയാണ് ഉക്രൈന്റെ ക്യാപിറ്റൽ. അപ്പൊ ഉക്രൈന്റെ ക്യാപിറ്റൽ വരുന്നത് കീവ് എന്ന് പറയുന്ന സ്ഥലമാണ്. എന്തുകൊണ്ടാണ് കീവിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കീവ് മൾട്ടിപ്പിൾ ടൈംസില് റഷ്യ ബോംബിങ് നടത്തിയിട്ടുള്ള ഉക്രൈന്റെ ക്യാപിറ്റലാണ് കീവ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഇത്ര നാള് ഈ യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പോലും കീവ് കീഴടക്കാനെ കൊണ്ട് ഇത് റഷ്യക്ക് കഴിയുന്നില്ല. ഉക്രൈന് അത്രയും ശക്തിയോടെ തന്നെ ഇതിനെ പ്രതിരോധിക്കുകയാണ്. അതുകൊണ്ടാണ് ഉക്രൈന്റെ ക്യാപിറ്റൽ തന്നെ ചോദിച്ചിരിക്കുന്നത്. അത് കീവാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആ ക്ലാസ് എല്ലാവരും കാണണം. പ്രധാനപ്പെട്ട ഈ ക്യാപിറ്റൽസ് ഒക്കെ ക്ലാസ് നമ്മൾ കുറെ ക്യാപിറ്റൽസ് കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ച് ക്യാപിറ്റൽസ് നോക്കി പോവാം. ഇപ്പൊ പ്രധാനമായും പ്രശ്നം നടക്കുന്നത് വെനസ്വേലയാണ് അല്ലെ? വെനസ്വേല വെനസ്വേലയുടെ ക്യാപിറ്റൽ ഏതാ? ഏതാ വെനസ്വേലയുടെ ക്യാപിറ്റല്? ഇതൊക്കെ നോക്കി വെക്കണേ. നിങ്ങളുടെ ടോപ്പിക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സിലബസിൽ കൊടുത്തിട്ടുള്ളതുണ്ട്. അപ്പം വെനസ്വേലയുടെ ക്യാപിറ്റല് കരാക്കസ് ആണ്. കരാക്കസ്. പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ക്യാപിറ്റലൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പം ബെയ്ജിങ് എവിടുത്തെ ക്യാപിറ്റലാ? ചൈനയുടെ ക്യാപിറ്റലാണ്. അമേരിക്കയുടെ ക്യാപിറ്റൽ ഏതാ? വാഷിങ്ടൺ ആണ്. റഷ്യയുടെ ക്യാപിറ്റല് മോസ്കോ ആണ്. ഏതെങ്കിലും അറിയാത്ത ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഫ്രാൻസിന്റെ ഏതാണ്? പാരീസ് ആണ്. ഓക്കെ, ബെർലിൻ. ജർമ്മനിയുടെ ക്യാപിറ്റൽ ഏതാണ്? ബെർലിൻ ആണ്. ജർമ്മനിയുടെ ക്യാപിറ്റല് ബെർലിൻ ആണ്. ജപ്പാന്റെ ക്യാപിറ്റല് ടോക്കിയോ ആണ്. അപ്പൊ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അല്ലാത്ത കുറച്ച് ക്യാപിറ്റൽസ് നോക്കാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട 1-2 ക്യാപിറ്റൽസ് ഉണ്ട്. ഇപ്പം നിലവിൽ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇനി വരുന്ന കുറച്ച് വർഷം കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ക്യാപിറ്റൽസ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. ഇതിനകത്ത് ബ്രസൽസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ നോട്ട് ചെയ്ത് വെക്കുക. ബ്രസൽസ്, അത് ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. നമ്മൾ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. എന്താ ഈ ബ്രസൽസിന്റെ പ്രത്യേകത? അത് ബ്രസൽസ് എന്ന് പറയുന്ന ക്യാപിറ്റലിന്റെ പ്രത്യേകത ഇത് യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇത് എവിടെയാണ്? ബെൽജിയത്തിലാണ്.
ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. ഇതിന്റെ പ്രത്യേകത യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ കറണ്ട് അഫയറിലുള്ള മറ്റൊരു ക്യാപിറ്റൽ ഉണ്ട്, നുസംദാര. കേട്ടിട്ടുണ്ടോ? നുസംദാര ഇത് ഏത് രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണെന്ന് അറിയാമോ? നുസംദാര നുസംദാര ഏത് രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഈ ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പഴയ ക്യാപിറ്റൽ ഏതെന്ന് നമുക്ക് നോക്കാം. ഈ രാജ്യത്തിന്റെ പഴയ ക്യാപിറ്റല് ജക്കാർത്ത ആയിരുന്നു. ജക്കാർത്ത 2024 ഈ ജക്കാർത്ത മാറ്റിയിട്ട് ഈ രാജ്യം നുസംദാര പുതിയ ക്യാപിറ്റൽ ആയിട്ട് എടുത്തത്. ഏത് രാജ്യത്തിനാന്ന് പറയാൻ പറ്റുമോ? സൗമ്യ, ചുമ്മാ ചോദിച്ചു പറയാം, ജസ്റ്റ് അറിയാൻ പറഞ്ഞ കേട്ടോ, നമ്മൾ വെറുതെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, നോട്ട് വെക്കുക. നുസംദാര എന്നുള്ളത് ഇന്തോനേഷ്യയുടെ പുതിയ ക്യാപിറ്റലാണ്. ഇന്തോനേഷ്യയുടെ പുതിയ ക്യാപിറ്റലാണ് നുസംദാര. അപ്പൊ നമ്മൾ കറണ്ട് അഫയറിലുള്ള പുതിയ ക്യാപിറ്റൽസ് മാത്രമേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇന്തോനേഷ്യയുടെ പുതിയ ക്യാപിറ്റലാണ് നുസംദാര. ഇന്തോനേഷ്യയുടെ പഴയ ക്യാപിറ്റൽ ഏതാ? ജക്കാർത്തയാണ്. ഈ ജക്കാർത്ത എന്തുകൊണ്ടാണ് ഇവർ മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ജക്കാർത്ത, ഇന്തോനേഷ്യ അറിയാലോ നമുക്കൊരു ഐലൻഡ് നേഷൻ ആണ്. ഈ ഐലൻഡ് നേഷനകത്ത് ജക്കാർത്ത കുറച്ച് സീയോട് ചേർന്നുള്ള ഭാഗമാണ്. അവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഈ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് സീ ലെവൽ റൈസ് ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? ഈ സീ ലെവൽ റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ജക്കാർത്തയില് കുറച്ച് സീ കരയ്ക്ക് കയറി വരികയും ഈ പതുക്കെ ടൗൺ വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്തോനേഷ്യ ഈ ക്യാപിറ്റലിനെ മാറ്റിയിട്ട് ഇത് നുസംദാര എന്ന് പറയുന്ന പുതിയ ക്യാപിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഒന്ന് ഓർത്തിരിക്കുക. ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നുസംദാര ഏത് രാജ്യത്തിന്റെ ക്യാപിറ്റലാണ്? ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലാണ്. ഓക്കെ, ഇനി ഇതുപോലെ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്ത മറ്റൊരു ക്യാപിറ്റലാണ് അസ്താന. ഇത് ഏത് രാജ്യത്തിന് അറിയാമോ? അസ്താന എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പഴയ ക്യാപിറ്റല് നൂർ സുൽത്താൻ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ഇവര് ആദ്യമേ അസ്താന തന്നെയായിരുന്നു, പിന്നെ ഇത് നൂർ സുൽത്താനെ ആക്കി വീണ്ടും പേര് മാറ്റി അസ്താന എന്ന് തന്നെ ആക്കി. അത് ഏത് രാജ്യമാണെന്ന് അറിയാമോ? ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഇന്ത്യക്ക് കുറച്ച് മാത്രം അപ്പുറമുള്ള കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലാണ്. കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലാണ് അസ്താന. അപ്പൊ ആ പേരിൽ നമുക്കിവിടെ കിട്ടും TAN. ഇങ്ങനൊരു കണക്ഷൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. കസാക്കിസ്ഥാൻ അസ്താന. പഴയ ക്യാപിറ്റൽ നൂർ സുൽത്താനാണ് കേട്ടോ. നൂർ സുൽത്താൻ അധികം നാൾ ക്യാപിറ്റലായിട്ട് നിന്നില്ല, വീണ്ടും തിരിച്ച് അസ്താന തന്നെ ആക്കുക അവർ ചെയ്തത്. ഓക്കെ, മറ്റൊരു ക്യാപിറ്റൽ നമുക്ക് നോക്കാം. അതാണ് ശ്രീ ജയവർദ്ധനപുരം കോട്ടെ. നമുക്ക് പേര് കേൾക്കുമ്പം എവിടുന്നാ ചിലപ്പോ കിട്ടുമായിരിക്കും അല്ലെ? ശ്രീ ജയവർദ്ധനപുര കോട്ടെ ഏത് രാജ്യത്തിന്റെ ആയിരിക്കും? പണ്ട് ഇപ്പം ഇവരുടെ വേറൊരു ക്യാപിറ്റൽ കൊളംബോ ആണ്. ഇത് ഏത് രാജ്യമായിരിക്കും? ശ്രീലങ്കയാണ് കേട്ടോ. ശ്രീലങ്കയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്ന രീതിയിൽ പുതുതായി ബിൽഡ് ചെയ്തൊരു ക്യാപിറ്റലാണ്. കൊളംബോ ഓൾറെഡി ഒരു ക്യാപിറ്റൽ തന്നെയാണ്, പക്ഷെ പുതിയൊരു ക്യാപിറ്റലും കൂടെ അവർ ബിൽഡ് ചെയ്തു. അതാണ് ശ്രീ ജയവർദ്ധനപുര കോട്ടെ. അത് നോട്ട് വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പേര് മാറ്റിയ മറ്റൊരു രാജ്യമുണ്ട്. അതാണ് നൈജീരിയ. ഓക്കെ, ഈ നൈജീരിയയുടെ ക്യാപിറ്റൽ ഏതാണ്? പഴയ ക്യാപിറ്റലിന്റെ പേര് ലാഗോസ് എന്നാണ്. പഴയ ക്യാപിറ്റൽ ലാഗോസ് ആണ്. അവരുടെ പുതിയ ക്യാപിറ്റലാണ് അബൂജ. അപ്പൊ ഒന്ന് നോട്ട് വെച്ചേക്ക. നൈജീരിയയുടെ പുതിയ ക്യാപിറ്റലാണ് അബൂജ. പഴയ ക്യാപിറ്റൽ ലാഗോസ് ആയിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യം അവരിടയ്ക്ക് ക്യാപിറ്റൽ മാറ്റി കളിക്കുന്നുണ്ട്. അതാണ് മ്യാൻമാറിന്റെ പഴയ ക്യാപിറ്റല് യങ്കൂൺ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് മ്യാൻമാറിനെ വിളിക്കുന്നത് യങ്കൂൺസ് എന്നൊക്കെ ആയിരുന്നു. അത് തന്നെ അവർ പഴയ ക്യാപിറ്റല്. പക്ഷെ ഇപ്പൊ ഒരു പുതിയ ക്യാപിറ്റൽ ഇടയ്ക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നായ്പിഡോ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ. നായ്പിഡോ. ഓക്കെ, പിന്നീട് നമുക്ക്
ഇപ്പം ഹംഗറിയുടെ ക്യാപിറ്റൽ നമുക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുക. ഹംഗറിയുടെ ക്യാപിറ്റൽ ഏതാണ്? പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. ഹംഗറി ഹംഗറി എന്ന് പറയുന്നത് വിശപ്പ് എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ? അപ്പൊ നമ്മൾ ഫുഡ് എന്ന് ഓർക്കുക. ബുഡാപെസ്റ്റ്. ബുഡാപെസ്റ്റ്. ഓക്കെ, അങ്ങനെ അങ്ങനെയുള്ള ചില എളുപ്പ വഴി കുറച്ച് ക്യാപിറ്റലൊക്കെ പഠിച്ചു വെക്കുക. ഹംഗറിയുടെ ക്യാപിറ്റല് ബുഡാപെസ്റ്റ് ആണ്. ഓക്കെ, ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ഏതാ? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ഏതാ? അത് ക്യാൻബറയാണ് കേട്ടോ. ക്യാൻബറ. ക്യാൻബറ. ക്യാൻബറയാണ് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ. അഫ്ഗാനിസ്ഥാന്റെ ഏതാണ്? കാബൂളാണ്. അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റൽ കാബൂളാണ്. വേറെ പെട്ടെന്ന് നടക്കുന്ന ക്യാപിറ്റൽസ്. സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ഏതാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ റിയാദ് ആണ് കേട്ടോ. റിയാദ്. ഇറാന്റെ ക്യാപിറ്റൽ ഇറാൻ നോട്ട് വെച്ചേക്ക. ഇറാൻ കറണ്ട് അഫെയറിൽ വാറും മറ്റ് അമേരിക്കയുമായ പ്രശ്നങ്ങളൊക്കെ കാരണം ഇറാൻ ന്യൂസിലുണ്ട്. ഇറാന്റെ ക്യാപിറ്റൽ ഏതാ വരുന്നത്? ടെഹ്റാൻ ആണ് കേട്ടോ. ടെഹ്റാൻ. ഇറാന്റെ ക്യാപിറ്റൽ ടെഹ്റാൻ ആണ്. ടെഹ്റാൻ. ടെഹ്റാൻ ഒരു സ്ഥലം മാറ്റണം എന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ട് ഇറാന്റെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ട്. അത് നോക്കിയിരിക്കുക. ഓക്കെ, തുർക്കിയുടെ ക്യാപിറ്റൽ ഏതാ? തുർക്കി. പ്രശ്നം പണ്ട് മുതലേ പ്രശ്നമുള്ള ഒരു ഏരിയയാണ് തുർക്കി. തുർക്കിയുടെ ക്യാപിറ്റൽ അങ്കാരയാണ് കേട്ടോ. അങ്കാര. അങ്ങോട്ട് വെച്ചേക്കാം. അങ്കാരയാണ് തുർക്കിയുടെ ക്യാപിറ്റൽ. ഓക്കെ, ഇത്രയും അറ്റ്ലീസ്റ്റ് ഇത്രയും ക്യാപിറ്റലെങ്കിലും കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടുള്ള ക്യാപിറ്റൽസ് ആണ് നമുക്കിപ്പോ നോക്കിയത്. ഇത്രയും ക്യാപിറ്റലെങ്കിലും ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കാം.